ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോന് കുറച്ച് പനിയും ചുമയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇന്ന് കൂട്ടുകാരെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പഠിച്ച ഒരു ചേട്ടൻ, BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ സൂയിസൈഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ കാരണങ്ങൾ എന്തും ആവാം. ചിലപ്പം പേഴ്സണലായിട്ടുള്ള കാരണങ്ങളാവാം, എന്തോ നമുക്കറിയില്ല കാരണങ്ങളൊന്നും. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഒക്കെ ആൾക്കാരിങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നു. ജീവിതം മടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഓർക്കുമ്പോഴാണ്. ഒരു കുഞ്ഞു മോളും ഉണ്ട്, വൈഫും ഉണ്ട്. അവരെന്തോ എനിക്കറിയില്ല, അവർ നാട്ടിലാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അയർലൻഡിലാണോ UK അങ്ങനെ എന്തോ സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് BSc നഴ്സിംഗ് പഠിച്ച് ജോലി നേടി ഇവിടെ കുറേ നാൾ ഇന്ത്യയിൽ ജോലി എടുത്തിട്ട് പിന്നെ പോയി സെറ്റിൽഡായി അവിടെ വീടൊക്കെ മേടിച്ച് സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ അറിയത്തുള്ളൂ. പെട്ടെന്ന് ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഈ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പം ഷോക്കായിപ്പോയി. ശരിക്ക് എന്നാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നറിയത്തില്ല. നമുക്കത് തരണം ചെയ്യാനുള്ള ഒരു അവസ്ഥയൊന്നും ഇപ്പം ആൾക്കാർക്ക് ഇല്ലാതായി വരുമോ? പെട്ടെന്ന് എവിടെ തിരിഞ്ഞ് എന്ത് ന്യൂസ് എടുക്കുമ്പോഴും ഇങ്ങനത്തിനൊക്കെയല്ലേ കേൾക്കാനുള്ളൂ. കഴിവതും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിനൊരു കട്ടി, എന്തോ പറയുക, സ്ട്രോങ് ആയിട്ടൊരു മനസ്സുണ്ടാക്കി എടുക്കണം കൂട്ടുകാരെ. എത്ര വിഷമം വരുമ്പോഴും എത്ര സങ്കടം വരുമ്പോൾ നേരെ നമ്മൾ മടുത്തു പോകുന്ന സിറ്റുവേഷനൊക്കെ വരും. പക്ഷേ എന്നാൽ പോലും അത് തരണം ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊക്കെ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. അത് തരണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ അവിടെ വിജയം കാണുന്നത്. ചിലപ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടാവും, ചിലപ്പം ജോലി ചെയ്യുന്നിടത്തുണ്ടാവും പ്രശ്നങ്ങൾ, ചിലപ്പോൾ എന്താ പറയുക, പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കണം. നമുക്ക് ദൈവം തന്ന ആയുസ് നമ്മളായിട്ട് എടുക്കരുത്. ദൈവത്തിന് അറിയാലോ നമ്മളെ വിളിക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ പോയാൽ പോരെ. ഇതെല്ലാം നമ്മൾ ഒളിച്ചോടി പോകുന്ന പോലെ അല്ലേ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന പോലെ ആവൂലേ? എത്ര നല്ല മനുഷ്യരായാലും ചില സന്ദർഭങ്ങളിൽ അവർക്കത് തരണം ചെയ്യാൻ പറ്റത്തില്ലാണ്ട് വരുന്നു. അതെന്നാന്നറിയത്തില്ല. പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. എത്ര ആത്മഹത്യകളൊക്കെയാണ് കാണുന്നത് നമ്മൾ ഓരോ ദിവസവും. 16 വയസ്സുള്ള മക്കളൊക്കെ ചെയ്യുന്നു, 15 വയസ്സ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എന്തറിയാം, എന്താണ് അവരെങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും അറിയത്തില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ പേരൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കളെ കുറച്ചൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കാൻ നോക്കണം. എനിക്കും ഉണ്ട് കേട്ടോ 2 മക്കൾ. നമ്മളിതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്കും ടെൻഷനാണ്. ദൈവമേ എന്താ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ എപ്പോഴും വഴക്ക് പറയും, കുറച്ച് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ പേടിയാണേ. നമ്മളൊക്കെ വന്ന വഴിയിലൂടെയൊക്കെ ഞാൻ ഓർക്കും, നമ്മളൊക്കെ തരണം ചെയ്യുന്ന ഓരോ വിഷമഘട്ടങ്ങളിലൂടെ തരണം ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇന്നത്തെ മക്കൾക്കും നല്ല ഇന്നത്തെ ആൾക്കാർക്കും അതൊന്നും അറിയത്തില്ലാണ്ടായി വരിക. അവരെന്തോ സിറ്റുവേഷൻ അത് തരണം ചെയ്യാൻ അറിയത്തില്ലാണ്ടായി പോവുക. എന്നാന്നൊന്നും അറിയത്തില്ല കേട്ടോ കൂട്ടുകാരെ. നമുക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ടൊക്കെ ജീവിക്കണമെന്നേ. എന്ത് വരുമ്പോഴും നേരിടാൻ പറ്റുന്ന ഒരു മനസ്സ് ആദ്യം നമ്മൾ കെട്ടിപ്പടുക്കണം. ചുമ്മാ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.